മുഖേന എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുമ്പേ തന്നെ ഈ നാട്ടിലെ ആളുകൾ അവരുടെ തന്നെ മുഖപത്രങ്ങളിൽ എഴുതിയത് മുമ്പ് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ബുൽബുൽ എന്ന് പറയുന്ന ഒരു മാസികയിലൂടെ അതാ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം, ഈ പ്രോഗ്രാം കൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കാണ് നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ഇവിടത്തുകാര് തന്നെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് അതാ നമ്മുടെ പ്രഭാഷണത്തിന്റെ കൃത്യമായി തന്നെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഞാനിതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, അതാ വളരെ കൃത്യമായി തന്നെ സുന്നി അഫ്കാർ എന്ന് പറയുന്ന ആ വാരികയിലും ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ബുൽബുൽ ഞാനിപ്പോ വായിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ കേൾക്കാം. ഈ പ്രദേശത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു പ്രത്യേകമായ മാസികയല്ലേ ബുൽബുൽ. ഇത് സംസ്ഥാനക്കാരുടെ മാസികയാണ്. സംസ്ഥാനക്കാരുടെ മാസികയിലതാ ഇതിന്റെ മുഖലേഖനത്തിൽ തന്നെ എഴുതുന്നു, ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാ പറയുന്നത്. ഐക്യമുന്നണിയെ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാ മൗലവി ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രസംഗം, നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാദാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെഴുതുന്നത്. പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലുസുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം ഫലിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ? എന്നാ പിന്നെ അടുത്തവര് ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ. നിങ്ങളായി എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ. ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും, ശ്രദ്ധിച്ചില്ലേ, ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലവിമാരിവിടെ അങ്ങനെ പിന്നെയും വരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുമുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്താ പറയുന്നത്, ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നാദാപുരത്ത് ഹുസൈൻ സലഫി അല്ല ആരും തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. സുന്നി അഫ്കാർ വാരികയിൽ 2000 ജൂൺ 28 രേഖപ്പെടുത്തുന്നു. എന്താണ് അതിൽ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. വിഘടിതർ പ്രവർത്തിച്ചു വരുന്നിടത്തൊക്കെ വിദഴികൾ എന്തുകൊണ്ട് വളർന്നു വരുന്നു എന്ന് ചിന്തിക്കാൻ ഇനിയെങ്കിലും അവര് തയ്യാറാകണം. ആരോടാ പറയുന്നത്? AP വിഭാഗത്തോട് EK വിഭാഗം പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നിടത്തൊക്കെ വിദഴികളാണ് വളർന്നു വരുന്നത്.
ഈ എഴുത്തുകാരന്റെ ഭാഷയിൽ ബിദഅകൾ നമ്മളാണ്. പക്ഷേ സർവ്വ ബിദഅത്തും അവരുടെ കയ്യിൽ തന്നെയാണെന്നത് വേറെ കാര്യം. പക്ഷേ വായിക്കുമ്പോൾ അവരെഴുതിയത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വായിക്കുന്നു. ഇനി കേട്ടോ, ഉള്ളാളും കുറ്റ്യാടിയുടെ പരിസര പ്രദേശങ്ങളുമൊക്കെ ഇതിന്റെ മികച്ച തെളിവുകളാണ്. ഉള്ളാളത്തങ്ങളതാ ഉള്ളാളത്തും അതുപോലെ തന്നെ ഈ കുറ്റ്യാടിയുടെ പരിസരങ്ങളിലുമൊക്കെ ഇതിന്റെ മികച്ച തെളിവുകൾ നമുക്ക് കാണാനാകുമെന്ന് അതാ ഈ വിഭാഗം എഴുതിവിടുന്നു. ആർക്കാണ് ഇതുപോലെയുള്ള പരിപാടികൾ കൊണ്ട് നേട്ടം? ഏത് കാര്യത്തിലേക്കാണ് ജനങ്ങൾ കടന്നു വരുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമതാ, അതിന്റെ ക്ലിപ്പിലൂടെ തന്നെ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ. ഈ നാദാപുരം പരിപാടി, ഈ പരിപാടി കൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ സുപരിചിതനായ മമ്പാട് നജീബ് മൗലവി എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു. അതിന്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പരിപാടി കൊണ്ട് ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം, ആരുടെ അടുക്കലാണ് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. നമ്മുടെ പക്ഷത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ന വിധം നാക്കിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ, ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്ത് വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആസകലം ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു തന്നെ ഇതിന് പരിഹാരം കാണട്ടെ, അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയേ നിർവാഹമുള്ളൂ. സുഹൃത്തുക്കളെ, എന്താ ഇപ്പൊ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണിവിടെ മറുപക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാ പറയുന്നത്? നജീബ് മൗലവി പറയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണ് വിളിച്ചു പറയാൻ ഒരു മടിയും ഒരിക്കില്ല. മാത്രല്ല, എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ മുഴുവൻ പേരോട് മുസ്ലിയാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താൻ മനസ്സിലാക്കിയ ഒരു സുന്നത്ത് ജമാഅത്തുണ്ട്, അതിന്റെ പേരിൽ ആയത്തോതി ഹദീസോതിയിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയുകയാണ്. അതിലൂടെ ഇവിടെ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിന് അല്ലാഹു തന്നെ പരിഹാരം കാണട്ടെ എന്നാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. ഇനിയും കേട്ടോളൂ, തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. കേട്ടോ, ഇനി സുന്നി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. മൂപ്പര് മനസ്സിലാക്കിയ സുന്നിയാണ്, നമ്മളാണ് സുന്നികൾ. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയ സുന്നി ഇനി ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്നാൽ ഇതിങ്ങനെ ഇപ്പൊ 8-ലെത്തി, ഇനി 10-ലെത്തി, 40-ലെത്തി അഞ്ഞ് സുന്നി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അത് മൂപ്പരിക്കൊരൽപ്പം ധാരണ പശക് വന്നതാ. 40-ലൊന്നും എത്തണ്ട, ഒരു 5-6 ആയപ്പോഴേക്ക് തന്നെ ഏതാണ്ടൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ 9 ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ ബോധ്യമാകും. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് പ്രകടമാണ്. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രസംഗത്തിൽ രൂക്ഷമായി നമ്മെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള പ്രഭാഷണ പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ള അല്പം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചോളൂ. ഇതിൽ കഷ്ടപ്പെടുന്നവരാവട്ടെ സാധാരണക്കാർ. ഞങ്ങളുടെ നാടുകളിലൊക്കെ നാദാപുരം പ്രസംഗം എന്ന കാസറ്റ് കണ്ടുകൊണ്ട്, നാദാപുരം പ്രസംഗത്തിന്റെ കാസറ്റ് പകർന്നു കിട്ടിയത് കൊണ്ട്, വെറുതെ കിട്ടിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് വെറുപ്പ് തോന്നിയവരും സുന്നിസത്തോട് തീർത്തും അശേഷം അറപ്പ് തോന്നിയവരുമൊക്കെയുണ്ട്. ഈ വിധത്തിലുള്ള ഒരു പരുവത്തിലേക്ക് നമ്മുടെ സുന്നി പ്രബോധന രംഗം എത്തിച്ചതിൽ ആർക്കു തന്നെ പങ്കുണ്ടെങ്കിലും അവരോട് നമുക്ക് എത്ര തന്നെ രോഷമുണ്ടെങ്കിലും അവരുടെ പരിശ്രമം ശരിയല്ല, അവരുടെ പരിശ്രമം ഫലപ്രദമല്ല, ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവവും കോട്ടവുമാണെന്നത് എന്ന് നമുക്ക് അഭിപ്രായമുണ്ടെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് രോഷമുണ്ടാകാനോ സുന്നത്ത് ജമാഅത്തിനെ വെറുക്കാനോ ബിദ്അത്തിനോട് മമതയും സ്നേഹമുണ്ടാകുവാനോ അതിടയാക്കിക്കൂടാ, അത് വഴിവെച്ചുകൂടാ. കേട്ടില്ലേ? വളരെ കൃത്യമാണ്. അവരുടെ പരിശ്രമം കൊണ്ടൊരു ഫലവുമില്ല, നേട്ടത്തെക്കാൾ കോട്ടമാണ്, ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അതാ നിഷ്പക്ഷമതികൾ സമ്മതിച്ചു എന്ന് മനസ്സിലാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് 9, 10, 15, 40 എത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് ആയുസ്സും ആരോഗ്യവും എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രയും കാലം കഴിഞ്ഞാൽ ശേഷമുള്ള ആളുകൾ ഇത് തലമുറയായി ഈ സത്യത്തിന്റെ കൈത്തിരിയെ നാദാപുരത്ത് മാത്രമല്ല അവരെ കൊണ്ട് കഴിയാവുന്നിടത്തെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന് വേണ്ടി പടപൊരുതുക തന്നെ ചെയ്യും. അതിനുള്ള തൗഫീഖ് അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി തന്നെ ദുആ ചെയ്യുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നാദാപുരത്തെ ഈ പരിപാടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ ആളുകൾ ആ സത്യം പറഞ്ഞപ്പോ സത്യം പറയുന്നവരെ ഒക്കെ ദീനിന്റെ വിരോധികളാക്കുക എന്നത് പേരോടിന്റെ ശൈലിയാണ്. ആരൊക്കെ എവിടെയൊക്കെ സത്യം പറഞ്ഞോ അവരെ ഒക്കെ ഒന്നുകിൽ ദീനിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ദീനിന്റെ ശത്രുവാന്ന് പറയും, അല്ലെങ്കിൽ യഹൂദിയാന്ന് പറയും, അല്ലെങ്കിൽ നസ്രാനിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ചാരനാണ് എന്ന് പറയും. ഇങ്ങനെ എല്ലാവരെയും അതാക്കലാമുപ്പരുടെ പരിപാടി. ഈ ഉള്ളവനെ അങ്ങനെ ഒക്കെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ നജീബ് മൗലവി അങ്ങനെ പറയേണ്ടിയിരുന്നോ? നജീബ് മൗലവി നിങ്ങളുടെ ആളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാരാണ്, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന, എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി നജീബ് മൗലവി അത് പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ചൂടും ഒരു വലിയ വിഷമൊക്കെ അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. ആ വിഷമം ആ നജീബ് മൗലവിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ആ രൂപത്തിൽ സംസാരിക്കുന്നവരെ ഒക്കെ പേരോട് ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പേരോടിന്റെ നാവിലൂടെ കേട്ടോളൂ. വിഷയത്തിലേക്ക് നമുക്ക് ശേഷം വരാം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ അതിന് ഫലമുണ്ടാവുകയില്ലെന്ന് വല്ലവരും പറയുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് ലോകം മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമേ മൂപ്പർക്ക് പറയാനുള്ളൂ. പോരെ, എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒന്നും പറഞ്ഞില്ല മൂപ്പർ. എന്തേ പറഞ്ഞുള്ളൂ? അങ്ങനെ ആരെങ്കിലും ഇതുകൊണ്ടൊരു ഫലല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് മാത്രമേ ലോകത്തോട് എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, സത്യം ആര് പറഞ്ഞോ അത് അവനാന്റെ തറവാട്ടിലെ മെമ്പർ പറഞ്ഞാലും, നിങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിലെ മെമ്പറാണ് നജീബ് മൗലവി അല്ലേ, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം പറഞ്ഞപ്പോഴും വിടൂല, നിങ്ങളും ദീനിന്റെ ശത്രു തന്നെ, നിങ്ങളും ദീനിന്റെ വിരോധി തന്നെ എന്ന് പറയാൻ മാത്രം പേരോട് വെപ്രാളത്തിലാണ്, പേരോട് വിഷമത്തിലാണ്, പേരോട് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധമാണെന്നാണ് പറയുന്നത്. കരയുദ്ധമാണേ മൗലവി എന്നാണ് പറയുന്നതെങ്കിലും പേരോട് കരയുന്ന യുദ്ധമാണ് നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശങ്ങളോട് ഏറ്റുമുട്ടാൻ സാധ്യമാവാതെ പ്രമാണങ്ങളുടെ മുമ്പിൽ കടന്ന് പിടയ്ക്കുകയാണ് പേരോട്. മറുപടി പറയാനാവാതെ ഖുർആനികമായ ആയത്തുകൾ അങ്ങോട്ട്, ശരങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഹദീസുകൾ അങ്ങോട്ട് അഞ്ഞടിക്കുമ്പോൾ മറുപടി പറയാനാവാതെ കരയുദ്ധക്കളത്തിൽ കിടന്നുകൊണ്ട് കരയുദ്ധത്തിന്റെ മേഖലയിൽ കരയുകയാണ്. കരയുന്ന യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടരട്ടെ, ഇതിങ്ങനെ തുടരട്ടെ.